പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സന്ധ്യയുടെ നല്ല യാമത്തിൽ നല്ല ഒരു വന്ദനം. ഈശ്വരനെ ചിന്തിച്ചുകൊണ്ടും ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ടാണ് ഭാരത സംസ്കാരം എല്ലാം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനെ നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സന്ധ്യ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ സമയം 7:15. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കാലൂന്നി പോവുകയാണ്. ആ പദത്തിലൂടെയോ നമുക്ക് നമ്മുടെ ഒരു ചെറിയ സുഖം ലഭിച്ചത് രക്തരൂഷിതമായ അല്ലെങ്കിൽ രക്തത്തിൻ്റെ മണം നമ്മുടെ കാലിൽ പറ്റിയിട്ടുണ്ട്. വിയർപ്പിൻ്റെ ഗന്ധം നമ്മുടെ കരങ്ങളിൽ പതിച്ചിട്ടുണ്ട്. ഇംഗ്ലാസ് ചിന്താവ വിളിച്ച നമ്മുടെ മുൻ തലമുറക്കാരുടെ സ്വരങ്ങളിൽ നിന്നും നമ്മുടെ കാതിൽ ഒരു മന്ത്രം പോലെ, ഒരു കാഹളം പോലെ ധ്വനിച്ചു വരുന്നുണ്ട്. എവിടെയോ വരയ്ക്കപ്പെട്ട ചിത്രങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ അടരുകളിൽ നിന്ന് നമ്മുടെ ശിരസ്സുകളിലേക്ക് പതിച്ചു നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചിന്തകൾക്കകത്ത് എവിടെയോ അരിച്ചിറങ്ങി വരുന്ന ചരിത്ര സ്നേഹത്തിൽ നിന്ന് നമുക്കിന്ന് ഇനിയും വേണ്ടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, വരും തലമുറക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വായന നശിച്ചു പോവുകയും വായന ഇല്ലാതാകുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വായിക്കുന്ന ആർക്കെങ്കിലും, ഞാൻ വലിയ വായനക്കാരനല്ല, വായിക്കുന്ന ആർക്കെങ്കിലും വരും തലമുറയോട് നമ്മുടെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. മോഹൻജദാരോയും ഹാരപ്പായുമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. സിന്ധു നദിയുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. പെഷവാറും കണ്ടഹാറും ഒക്കെ ഇന്ന് പാകിസ്ഥാൻ്റെ കയ്യിലാണ് എങ്കിൽ അതൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നത് മറക്കാതിരിക്കുകയാണ്. നമ്മുടെ മോഹൻജദാരോയിലും ഹാരപ്പായിലും ഉണ്ടായിരുന്ന സംസ്കാരം നമുക്ക് മറ്റൊന്നുമല്ല, അത് ഗ്രീസിനോടും അതോടൊപ്പം പേർഷ്യയോടും ഒക്കെ കടപിടിക്കാൻ സാധിക്കുന്ന ഈജിപ്തിനോട്, ഇസ്രയേലിനോട്, ഇസ്രയേൽ എത്ര അടുത്ത കാലത്താണെങ്കിൽ പോലും അവരുടെയൊക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വികസനങ്ങളോട് കടപിടിക്കാൻ സാധിക്കുന്ന വികസിതമായ ഒരു രാജ്യത്തിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. നമുക്ക് മുൻപേ ഉണ്ടായിരുന്നവർ അധ്വാനിച്ച് നേടിയെടുത്ത ഒരു സംസ്കൃതി നമുക്കുണ്ട്. ആ സംസ്കൃതി ഭാരതത്തിൻ്റെ മാത്രമല്ല, അത് ഗ്രീക്കിൻ്റെയാണ്, ഈജിപ്തിൻ്റെയാണ്, പേർഷ്യയാണ്, പോർച്ചുഗലിൻ്റെയാണ്, അത് ബ്രിട്ടീഷുകാരുടെയാണ്, അത് ഇവിടെ കടന്നു വന്നിട്ടുള്ള മംഗോളിയൻസിൻ്റെയാണ്, ഇവിടെ കടന്നു വന്നിട്ടുള്ള മുഗളന്മാരുടെയാണ്. ഇവരുടെ എല്ലാം കൂടെ സംസ്കൃതിയാണ് നമ്മുടെ ഭാരത സംസ്കൃതി എന്ന് മറക്കാവുന്നതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഭാരതത്തോടൊപ്പം നിന്ന് 10 ധീര വനിതകളെ ഇന്നലെ പരിചയപ്പെടുത്തിയെങ്കിൽ പുരുഷന്മാരെ എനിക്ക് 1, 2, 3, 4 ദിവസം കൊണ്ട് പരിചയപ്പെടുത്തി തീർക്കാൻ സാധിക്കില്ല. അത് മെയിൽ ചോവനിസം എന്ന് പറയപ്പെടുന്ന പുരുഷ മേധാവിത്വം കൊണ്ടല്ല. പക്ഷേ ഭാരത സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്ത്രീകളെപ്പോലെ തന്നെ അല്ലെങ്കിൽ സ്ത്രീകളെക്കാൾ മുൻപന്തിയിലേക്ക് ഇറങ്ങി വന്നത് പുരുഷന്മാരാണ് എന്നത് നമുക്ക് മറക്കാതിരിക്കാം. പക്ഷേ അകത്തളത്തിൽ നിന്നുകൊണ്ട് അമ്മമാർ, നമ്മുടെ സഹോദരിമാർ പൂർണ്ണമായിട്ട് പുരുഷന്മാർക്ക് സപ്പോർട്ട് കൊടുത്തു. നിങ്ങൾ പൊക്കൊള്ളുക, ഞങ്ങൾ വിധവകളായാൽ വിഷയമില്ല, ഞങ്ങൾക്ക് സഹോദരന്മാർ നഷ്ടപ്പെട്ടാൽ നമുക്ക് വിഷമമില്ല, കാരണം നമുക്ക് വേണ്ടത് സ്വതന്ത്ര ഇന്ത്യയാണ്. ആ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ മരിച്ചാലും നിങ്ങളിലൂടെ ഞങ്ങൾ ജീവിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ നിങ്ങൾ ജീവിക്കും. ഞങ്ങളുടെ ഉദരത്തിൽ നിങ്ങൾ നിക്ഷേപിച്ചു പോയിട്ടുള്ള സന്താനങ്ങൾ നാളെ ഭാരതാംബാക്കി ജി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്ന് പഠിപ്പിച്ച ഒരു കൂട്ടം അമ്മമാരും സഹോദരിമാരും നമുക്കുണ്ട്. ലാരി കോൾപിറ്റ്സിൻ്റെയും ഡൊമിനിക് കാപ്പിയുടെയും ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ 1947 ഓഗസ്റ്റ് 14 വൈകിട്ട് ചുവപ്പ് കോട്ടയുടെ അടുത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്തോഷത്തിലേക്ക് വരാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഏതാണ്ട് 1 ലക്ഷം ആളുകളെയാണ് എങ്കിൽ ബ്രിട്ടീഷുകാർ ചിന്തിച്ചത് 1 ലക്ഷം ആളുകളെയാണെങ്കിൽ അങ്ങനെയല്ല, അതിൽ കൂടുതൽ ആളുകൾ അവരൊക്കെ ഉണ്ടാക്കിയ വാരിക്കേടുകൾ പൊളിഞ്ഞു വീഴുകയും തകർക്കപ്പെടുകയും ചെയ്തു. പട്ടാളക്കാരുടെ കൈക്കകത്ത് നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ ആളുകൾ ഇരമ്പിപ്പാഞ്ഞു വന്നു. തിരമാലകളേക്കാൾ ശക്തമായിട്ട് അവർ ആഞ്ഞടിച്ചു വന്നപ്പോൾ ബാരിക്കേഡുകൾ ചിതറിപ്പോയി. പട്ടാളക്കാർ വല്ലാതെ ഖിന്നചിത്തരായി, അല്ലെങ്കിൽ അവർ ഒരുമാതിരി വിഭ്രാന്തിയിലേക്ക് ഏർപ്പെട്ടു. അമ്മമാരുടെ നെഞ്ചത്തോട് അടക്കിപ്പിടിച്ചിരുന്ന കുഞ്ഞുങ്ങൾക്ക് ശ്വാസം കിട്ടാതെ വന്നപ്പോൾ അവർ കുഞ്ഞുങ്ങളെ ആകാശത്തേക്ക് എടുത്തിട്ട് താഴോട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളെ പിടിച്ചു, വീണ്ടും ആകാശത്തേക്ക് എടുത്തിട്ടു. അങ്ങനെ ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നൃത്തമാടി നിന്നു എന്നാണ് ലാരി കോൾപിറ്റ്സും ഡൊമിനിക് കാപ്പിയും എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അന്ന് ഭാരതത്തോടൊപ്പം നിന്ന് ഏതാനും പുരുഷന്മാരെ നമുക്ക് പരിചയപ്പെടാം. ഇന്നലെ പരിചയപ്പെടുത്തിയ ചില സ്ത്രീജനങ്ങളെ നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. ആദ്യത്തേത് ആചാര്യൻ നരേന്ദ്രദേവ്. ആചാര്യൻ നരേന്ദ്രദേവ് 1889 മുതൽ 1956 വരെ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്, അതോടൊപ്പം തന്നെ ഒരു സാമൂഹിക സേവകനായിരുന്നു. ഒരു ദേശീയ ബോധമുള്ള, ദേശീയത മനസ്സിൽ സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു. തൊഴിലുകൊണ്ട് അദ്ദേഹം ഒരു വക്കീലായിരുന്നു എന്നത് മറക്കാതിരിക്കാം. അദ്ദേഹമാണ് സോഷ്യലിസ്റ്റ് പാർട്ടി 1948
അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചു. അതോടൊപ്പം തന്നെ ഒരു കാര്യം ചിന്തിക്കണം, വിദ്യാഭ്യാസത്തിൻ്റെ നഭോമണ്ഡലങ്ങളിൽ വിജിഷനായി വിരാജിച്ച അദ്ദേഹം 2 സർവകലാശാലയുടെ ലക്നൌവിനെയും ബനാറസ് യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നല്ല സംഭാവനകൾ വിദ്യാഭ്യാസ തലത്തിൽ നൽകുകയും ചെയ്ത വ്യക്തിയാണ്. അടുത്തത് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റായ്. ആചാര്യ പ്രഫുല്ല ചന്ദ്ര റായ് 1861 മുതൽ 1944 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു ബുക്കുണ്ട്, ഹിസ്റ്ററി ഓഫ് ദ ഹിന്ദു കെമിസ്ട്രി. ഇതേ ഒരു കെമിസ്റ്റായിരുന്നു അദ്ദേഹം. സയൻസിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം മറക്കാതിരിക്കുക, PSC ഒരു ചോദ്യമായിട്ട് വല്ലപ്പോഴും വരുന്നതാണ്. ഹിസ്റ്ററി ഓഫ് ദ ഹിന്ദു കെമിസ്ട്രി 1902 ഇത് രചിക്കപ്പെട്ടത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നാഷണൽ കോൺഗ്രസിൻ്റെയും പ്രസിഡൻ്റായിരുന്നു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മീൻസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1920 കെമിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ, അതായത് കെമിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായതുകൊണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ സംഭാവനകളുടെ പിൻബലമായിട്ട് അദ്ദേഹത്തിന് ആയിത്തീരാൻ സാധിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട്. അദ്ദേഹത്തെ അടുത്തത് അച്യുത് പട്വർദ്ധൻ, അച്യുതസ് പട്വർദ്ധൻ, ഫൗണ്ടർ മെമ്പർ ഓഫ് ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം 1947 ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയ ഒരു വ്യക്തിയാണ് അച്യുത് പട്വർദ്ധൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ സംഭാവനകൾ ഒരിക്കലും ഭാരതത്തിന് മറക്കാൻ സാധിക്കുന്നതല്ല. നമുക്ക് ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആനുകാലികമായിട്ട് നമ്മൾ പറയും ലാലാ ലജ്പത് റായും ബാലഗംഗാധരതിലകും സുഭാഷ് ചന്ദ്രബോസും അതോടൊപ്പം തന്നെ ഗാന്ധിയും ഒക്കെ നമ്മൾ പറയുമ്പം അത് മാത്രമല്ല, നമുക്കിനി കാണാത്ത പുറങ്ങൾക്കകത്ത് എവിടെയോ ജീവിച്ചിരിക്കുന്ന ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ നമുക്കാർക്കും അത്രമാത്രം സുപരിചിതമല്ലാത്ത ഏതാനും പേരുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അടുത്തത് അജിത് ശങ്കർ ഡീപ്പോർട്ടഡ് ടു അനദർ സ്റ്റേറ്റ്, മറ്റൊരു ഇതിലേക്ക് കടത്തിവിട്ടാണ് അദ്ദേഹം ഫൗണ്ടർ ഓഫ് ഭാരത് മാതാ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു ചോദ്യം വല്ലപ്പോഴൊക്കെ ചോദിക്കുമായിരിക്കും പരീക്ഷയ്ക്ക്. ഞാൻ പരീക്ഷയ്ക്ക് പഠിപ്പിക്കുകയല്ല, എനിക്ക് പരീക്ഷയ്ക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പരീക്ഷ വേണേൽ എഴുതണം, അവനവൻ്റെ സർഗാത്മക രീതിയിൽ പരീക്ഷ എഴുതിയാൽ ജയിക്കും. അതിന് ജ്ഞാനം വേണമെന്നോ വിജ്ഞാനം വേണമെന്നല്ല, അതിനകത്തൊരു ചെറിയ ലോജിക്ക് അപ്ലൈ ചെയ്യാം. അത് വേറൊരു ക്ലാസ്സിൽ എടുത്തോളാം. ഓക്കെ, 1907 അദ്ദേഹത്തിനെ ഡിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഫൗണ്ടഡ് ഭാരത് മാതാ സൊസൈറ്റി. അടുത്തത് ഫസ്ലുൽ ഹക്ക്. ആ പേര് മറക്കരുത്, ഫസ്ലുൽ ഹക്ക്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇവിടുത്തെ മുസ്ലിംസ് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിംസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് മുസ്ലിംസിനെ അവജ്ഞയോടോ അല്ലെങ്കിൽ വെറുപ്പോടോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ്. അവർ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ സഹോദരന്മാരാകുന്ന അവർ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലല്ല, ചരിത്രത്തിൻ്റെ സജീവ ഭൂമിക്കകത്ത്, സജീവ പച്ചിപ്പിനകത്ത് എവിടെയെങ്കിലും ഇന്നും പച്ചിച്ച് നിൽപ്പുണ്ടത്. ഞാനതിലേക്ക് വരാം. അപ്പോൾ ഫസലുൽ ഹക്ക്, ഫൗണ്ടർ മെമ്പർ ഓഫ് ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ഫൗണ്ടർ മെമ്പറാണ് അദ്ദേഹം. അതിൻ്റെ ഒരു മെമ്പറായിട്ട് 1916 മുതൽ 1921 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. കാർഷിക പ്രജാ പാർട്ടി എന്ന് പറയപ്പെടുന്നൊരു പാർട്ടിയും അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം അതിൻ്റെ ഫൗണ്ടറാണ്. 1930 കാർഷിക പ്രജാ പാർട്ടി. ഈ പാർട്ടി മറക്കരുത്, കാർഷിക പ്രജാ പാർട്ടി 1937 അദ്ദേഹം അതിൻ്റെ ഫൗണ്ടറാണ്. ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്ററായിരുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. കാർഷിക പ്രജാ പാർട്ടി എന്ന് പറയുമ്പോഴേ എവിടെയോ ഒരു കമ്മ്യൂണിസത്തിൻ്റെ ലീഗിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്, മാറിടങ്ങളിൽ എവിടെയോ ത്രസിക്കുന്ന ഒരു ജീവൻ്റെ അങ്കുരിപ്പുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ നാവിലേക്ക് പാലായിട്ട് ഇറ്റിച്ച് എത്തുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഒരു ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ട് 1938 മുതൽ 43 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. 5 കൊല്ലത്തോളം അദ്ദേഹം ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്ററായിരുന്നു എന്നത് മറക്കാതിരിക്കുക. ദെൻ അമർചന്ദ് 1869 മുതൽ 1915 വരെ. അമർചന്ദ് റവല്യൂഷണറി വിപ്ലവാത്മകമായൊരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആക്ടിവിസ്റ്റായിരുന്നു അദ്ദേഹം അസോസിയേറ്റ്. അദ്ദേഹത്തോടൊപ്പം ലാലാ ഹർദയാൽ, നമ്മൾ കേട്ടിട്ടുള്ള ലാലാ ഹർദയാൽ, അത്യാവശ്യം ചരിത്രം വായിക്കുന്നവർക്ക് ലാലാ ഹർദയാൽ ആരെന്നറിയാം. പിന്നെ റാസ് ബിഹാരി ബോസ്,
ഇവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമകരമായ സംഭവം. അദ്ദേഹത്തിന് തൂക്കിലേറ്റി കൊല്ലുകയായിരുന്നു. ലോർഡ് ഹാർഡിങ്ങിനെതിരെ ബോംബെറിഞ്ഞു എന്ന കുറ്റത്തിലാണ്. അവർക്ക് ആരെയും ചവിട്ടും, ബ്രിട്ടീഷുകാർക്ക് ആരെയും ചവിട്ടും വയ്ക്കാം, ആരെയും കൊല്ലാം. ഏത് സമയത്തും ആർക്ക് ആരെയും വേണമെങ്കിൽ അവർക്ക് വലിച്ചെറിയാം. പക്ഷേ നമ്മുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ലോർഡ് ഹാർഡിങ്ങിനെതിരെ ഒരു ബോംബെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നു. തൂക്കുമരത്തിൽ കിടന്നുകൊണ്ട് ഇന്ത്യ മഹാഭാരതത്തിന് വേണ്ടി വിളിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ സ്വരമാണ് ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ഈ വിളക്കിൻ്റെ മുമ്പിൽ നിന്ന്, വെളിച്ചത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നെങ്കിൽ അതിൻ്റെ പിന്നിലെ ശക്തി. അപ്പം അടുത്തത് അമൃതാൽ വിദലാൽ താക്കർ 1859 മുതൽ 1951 വരെ, 1869 മുതൽ 1951 വരെ സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ഫൗണ്ടർ ഓഫ് അദ്ദേഹത്തിലെ ബഖിൽ സേവാ മണ്ഡൽ ആൻഡ് മെമ്പർ ഓഫ്, അല്ലെങ്കിൽ വേറെ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറയാം, അദ്ദേഹം ട്രൈബൽ വെൽഫെയർ അസോസിയേഷൻ കണ്ടുപിടിച്ചതാണ്. ട്രൈബൽ വെൽഫെയർ അസോസിയേഷൻ ആൻഡ് ഹരിജൻ സേവാ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദളിത് കമ്മ്യൂണിറ്റിയെ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ഒരുപാട് ധീര നേതാക്കന്മാർ നമ്മുടെ പിന്നിലുണ്ടായിരുന്നു എന്ന് മറക്കാതിരിക്കുക. നമ്മൾ അയ്യങ്കാളിയിൽ തുടങ്ങും, അയ്യങ്കാളിയിലല്ല, അയ്യങ്കാളിക്ക് പിന്നാലെ ഒരുപാട് ബാക്കിലേക്ക് പോകുമ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഏതാനും ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയ്യങ്കാളി ഒന്നും ചെയ്തില്ലെന്നല്ല ഞാൻ പറഞ്ഞേ. അയ്യങ്കാളിയുടെ കോൺട്രിബ്യൂഷൻ പഞ്ചമയിൽ നിന്ന് തുടങ്ങി കത്തിക്കപ്പെട്ട സ്കൂളുകളിൽ നിന്നും പഠിക്കാൻ നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ ഞങ്ങൾ വില്ലുവണ്ടിയിലേറി വന്ന് ഞങ്ങൾ എടുക്കുമെന്ന് പറയാനുള്ള തൻ്റെടം കാണിച്ച രാജാവിനേക്കാൾ തൻ്റെടം കാണിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, സെക്രട്ടറി ഹരിജൻ സേവാ സംഘ്. ഇതിന് ആനന്ദ് മോഹൻ ബോസ് 1847 മുതൽ 1901 വരെ അദ്ദേഹം ഫൗണ്ടർ മെമ്പർ ഓഫ് ദി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട. 1876 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മെമ്പറായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു 1885 വരെ. ഇനിയുമാർക്ക് മറക്കാൻ സാധിക്കാത്ത ചരിത്രത്തിൽ നിന്നും സത്യമായി ജീവിച്ചിരിക്കുന്ന മനുഷ്യഹൃദയങ്ങളിലും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുമൊക്കെ ഇന്നും തീജ്വാലയായി, ഒരു തീക്കട്ടയായി, ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിപ്പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല, ഭഗത് സിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1907 മുതൽ 1931 വരെ, കേവലം 24 വയസ്സ് മാത്രം ജീവിക്കുകയും ഇനിയും ഇന്ത്യ മഹാരാജ്യം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് മരണമില്ല എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ 24ാമത്തെ വയസ്സിൽ തൂക്കുകയറിലേക്ക് അടുക്കുമ്പോൾ ഭയമില്ലായിരുന്നു. എൻ്റെ ചൊരയിൽ നിന്ന്, എൻ്റെ രക്തത്തിൽ നിന്ന് 1000 ഭഗത് സിംഗ്മാർ ജനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധീരതയുടെ തൂക്കുകയറിനെ ഏറ്റുവാങ്ങിയ ഒരു മഹത് വ്യക്തിത്വമാണ് ഭഗത് സിംഗ്. എൻ്റെ ഭഗത് സിംഗ് DYFIക്കാരുടെയാണോ, അല്ലെങ്കിൽ ഭഗത് സിംഗ് എന്നത് BJPക്കാരുടെയാണോ, RSSകാരുടെയാണോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയാണോ, കമ്മ്യൂണിസ്റ്റിൻ്റെ ആണോ എന്നൊക്കെ പറയുമ്പോഴും ഭഗത് സിംഗ് ഭാരതത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടം. അദ്ദേഹത്തെ 24ാമത്തെ വയസ്സിൽ തൂക്കിക്കൊണ്ടും മെമ്പർ ഓഫ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി, അദ്ദേഹം അതിൻ്റെ ആർമിയുടെ ഭാഗമായിരുന്നു. ഈ സ്റ്റാർട്ടഡ് ദ മിലിറ്റൻ നയു ജവാൻ ഭാരത് സാഹിബ് ഇൻ പഞ്ചാബിലാണ് അദ്ദേഹം തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ഈ കിൽഡ് ബ്രിട്ടീഷ് ഓഫീഷ്യൽസിനെ അദ്ദേഹം കൊല്ലേണ്ട കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുള്ള തൻ്റെ ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. മറ്റൊരു കോൺട്രവേഴ്സി ഉണ്ടെന്ന് വെച്ചാൽ കോൺട്രവേഴ്സി ആവാം, പക്ഷേ അദ്ദേഹത്തെ വേണമെങ്കിൽ അദ്ദേഹം തീവ്രവാദിയായിരുന്നു എന്നുള്ളത് ശക്തമാണ്. തീവ്രവാദം എന്ന് വെച്ചാൽ മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നത്. അപ്പം ഒരുപക്ഷെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന ആ അർദ്ധനഗ്നനായ ഫക്കീർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭഗത് സിംഗിനെ തൂക്കി കൊല്ലുകയില്ലായിരുന്നുള്ള സത്യവും ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ നമുക്ക് മറക്കാൻ പാടില്ല. അങ്ങനെ ഒരു സത്യവും ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നത് മറക്കുക. ഇൻവോൾവ് ലോകസഭ ലാഹോർ കോൺസ്പിറസിയിൽ അദ്ദേഹം ഇടപെട്ടു. ആൻഡ് ബോംബ്ഡ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം ബോംബിട്ടു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ പലതാണ്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളെയൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെയായാലും സ്വാതന്ത്ര്യമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ധീരതയോടെ പറയാൻ സാധിച്ച ഒരു വ്യക്തിയാണ്
ഭഗത് സിംഗ്. ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഭഗത് സിംഗിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട്, ശക്തി സ്വീകരിച്ചുകൊണ്ട് അനേക കുഞ്ഞുങ്ങൾ ഇന്നും ഭഗത് സിംഗാണ് എൻ്റെ ആത്മാവിന് ധൈര്യം നൽകുന്നത്, ഭാരതത്തിനു വേണ്ടി മരിക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണ്, ജീവിക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണ്, ഭഗത് സിംഗിനെ പോലെ ഞങ്ങൾ ശക്തരായി മുന്നോട്ട് വരും എന്ന് പറയുന്ന ഒരു കൂട്ടം പിൻതലമുറക്കാരാകുന്ന കുഞ്ഞുങ്ങൾ ഇന്നും നമ്മുടെ പിന്നിലുണ്ട് എന്ന് മറക്കാതിരിക്കുക. അവരുടെ ഓജസ്സും തേജസ്സും കണ്ണിൽ തിളങ്ങുന്ന ചൈതന്യവുമൊക്കെ ഭഗത് സിംഗിൽ നിന്നും, അതോടൊപ്പം തന്നെ ഇതിനു മുമ്പേ നമ്മൾ കണ്ട അമൃത വിദ്യാലയിൽ നിന്നും, അതോടൊപ്പം തന്നെ ചന്ദ്രബോസിൽ നിന്നൊക്കെ ലഭിച്ചതാണ് എന്ന് മറക്കാതിരിക്കുക. ഭാരതത്തിൻ്റെ ഇനിയുള്ള പടപൊരുതിയിട്ടുള്ള ആളുകളെ നാളത്തെ ദിവസങ്ങളിൽ വായിക്കാൻ കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശക്തിയുണ്ടെങ്കിൽ നാളത്തെ ദിവസങ്ങളിൽ ബാക്കിയുള്ളവരെ ഞാൻ പരിചയപ്പെടുത്താൻ. നിങ്ങൾ ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുക. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ മെയ് മാസം തീരുന്നത് വരെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. സ്വാതന്ത്ര്യം മാത്രമല്ല, ഇന്ന് രാവിലെ ക്ലാസ് എടുത്ത് ചോദിച്ചു, തൊട്ടാവാടി എന്താ തൊട്ടാ ഉടനെ വാടിപ്പോന്ന് ചോദിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറയാനുണ്ട്. എങ്കിലും ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഭാരതം എന്നത് നമ്മളാണ് കേട്ടോ. നമ്മുടെ അറിവാണ് ഭാരതത്തിൻ്റെ അറിവ്. നിങ്ങളുടെ രക്തസാക്ഷിത്വമാണ് ഭാരതത്തിൻ്റെ രക്തസാക്ഷിത്വം. എവിടെയോ ഘനീഭവിച്ച് കിടക്കുന്ന, എവിടെയോ കട്ട പിടിച്ച് കിടക്കുന്ന ഒരു കൂട്ടം രക്തസാക്ഷികളുടെ ചോര കൊണ്ട് പടുത്തുയർത്തിയ വൻമതിലുകളാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ പിന്നിൽ എന്നത് മറക്കാതിരുന്നാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഇമയ്ക്കാത്ത കണ്ണുകളും പതറാത്ത ചിന്തകളും വിശ്രമിക്കാത്ത സിരകളും കൊണ്ട് നിങ്ങൾ ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കുകയും ഭാരതത്തിന് വേണ്ടി നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ നിൻ്റെ ഭിത്തിയായി തീരാം, നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കാം എന്ന് പറയും. നിർത്തുന്നു. ജോൺസൺ കരൂർ.